ഇനി ആർഷോ ഒരു ദളിത് പെൺകുട്ടിയുടെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കിയപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ? കോൺഗ്രസ് പാർട്ടിക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ട്യൂഷൻ എടുക്കാൻ CPM ആയിട്ടില്ല. ബീഹാറിൽ ഒരു അവിഹിത ഗർഭമുണ്ടായതിന്റെ പേരിൽ ആ കുട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ബോംബെ ഹൈക്കോടതിയുടെ വിധി വന്നപ്പോ നഷ്ടപരിഹാരം കൊടുത്ത് ഗർഭക്കേസ് ഒതുക്കേണ്ട ഗതികേട് കേരളത്തിൽ വേറൊരു പാർട്ടിക്ക് വന്നിട്ടില്ല. ബലാത്സംഗ കേസിൽ FIR ഇട്ട് കോടതിയിൽ ജാമ്യത്തിൽ നിൽക്കുന്ന മുകേഷ് രാജിവെക്കണ്ടേ? സനോജ് പറയണ്ടേ? പിണറായി വിജയനോടൊപ്പം ക്യാബിനറ്റിൽ ഇരിക്കുന്ന ശശീന്ദ്രനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? PK ശശിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താ? T ശശിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താ? കടകംപള്ളി സുരേന്ദ്രനെയും തോമസ് ഐസക്കിനെയും ശ്രീരാമകൃഷ്ണനെയും ഒക്കെ സ്വപ്ന സുരേഷ് നിരന്തരം വെല്ലുവിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? കേട്ട പരാതിയിൽ നടപടിയെടുക്കുമ്പോൾ CKP പത്മനാഭൻ ജീവനോടെ ഇരിക്കുമ്പോൾ T ശശിയെ കുറിച്ച് പറഞ്ഞ പരാതിയിൽ നടപടിയെടുത്തോ സനോജ്? അല്ലെങ്കിൽ ഒരു കുട്ടിയെ അന്യ സംസ്ഥാനത്തേക്ക് കാശ് വാങ്ങി വിറ്റതുമായി ബന്ധപ്പെട്ട ആരോപണം നേരിട്ട ഷിജു ഖാനെ DYFIയുടെ നേതാവാക്കിയപ്പോ സനോജിനെപ്പോലുള്ള ആളുകൾ ആ പാർട്ടിയിൽ ഉണ്ടായില്ലേ? കാഫിൽ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഷാഫിയെ തോൽപ്പിക്കാൻ നോക്കിയിട്ട് തോൽപ്പിക്കാൻ പറ്റാത്തതിന്റെ കൊതിക്കറിവ് ഈ രീതിയിലല്ല കാണിക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ലല്ലോ, നീലപ്പെട്ടിയുമായിട്ട് നിങ്ങൾ പാലക്കാട് വന്നല്ലോ, നിങ്ങൾ ഒന്നിച്ച് CJP ആയിട്ട് മത്സരിച്ചോടെ നിങ്ങൾ പരമാവധി നോക്കിയല്ലോ. ഇനി കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ NK മാധവനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ P ഗംഗാധരന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു വീട്ടിലെ അമ്മയ്ക്കും മകൾക്കും ഒരേ സമയം ഗർഭമുണ്ടായതിനെ കുറിച്ചിട്ട്. ഇതൊന്നും എന്നെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് കുറെ കൂടി നല്ലത്.